ഹായ് ഗുഡ് മോർണിംഗ് ഓൾ. ഇന്ന് 3/3/2026 ഞാനിപ്പോൾ ദേ എൻ്റെ ഷേഖ് സായിദ് റോഡിലുള്ള ഓഫീസിലാണുള്ളത്. അപ്പോൾ എൻ്റെ ഒരുപാട് ക്ലയൻറ്റ്സ് എന്നെ വിളിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു, എന്താണ് ദുബായ് റിയൽ എസ്റ്റേറ്റിൻ്റെ അവസ്ഥ, ഇത് താഴോട്ട് പോവുകയാണോ, എന്താണ് അവസ്ഥ എന്നുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ ഞാൻ എല്ലാവരോടും പറഞ്ഞിട്ടുണ്ടായിരുന്നു, കുഴപ്പമൊന്നുമില്ല, എല്ലാം ഇവിടെ അണ്ടർ കൺട്രോളാണ്, ദുബായ് ഗവൺമെൻറ്റിൻ്റെ അണ്ടർ കൺട്രോളിൽ തന്നെയാണ് കാര്യങ്ങളെല്ലാം പോകുന്നത്. നമുക്ക് സോഷ്യൽ മീഡിയാസിലും അതുപോലെ തന്നെ ദുബായിലെ മീഡിയാസിലും ഒക്കെ നമുക്കെല്ലാം കാണാൻ പറ്റുന്നുണ്ട്. നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങളിൽ മാത്രമാണ് കുറച്ച് അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ അവർ പറയുന്നത്. അത് മാക്സിമം കേൾക്കാതിരിക്കുക. അപ്പോൾ ഞാൻ പറയുന്നത് വെച്ചാൽ, ഞാനായിട്ട് വന്ന് കുഴപ്പമൊന്നുമില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് വിശ്വസിക്കാൻ ഒരു ബുദ്ധിമുട്ടുള്ളല്ലോ. അപ്പോൾ ദുബായ് റസ്റ്റ് എന്ന് പറഞ്ഞ ആപ്പുണ്ട് ഇവിടെ. എന്ന് വെച്ചാൽ നമുക്ക് എല്ലാവർക്കും ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്ന ആപ്പാണ്. അപ്പോൾ ആ ആപ്പിൽ കാര്യങ്ങളെല്ലാം ക്ലിയർ ആയിട്ട് കാണിക്കുന്നുണ്ട്. ഓരോ ദിവസവും എത്ര ട്രാൻസാക്ഷനാണ് നടക്കുന്നത്. നമ്മുടെ ഈ ഒരു കോൺഫ്ലിക്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ട് 28-ാം തീയതിയാണല്ലോ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ അതിന് ശേഷവും നമുക്ക് എത്രയാണ് ട്രാൻസാക്ഷൻ നടന്നത് എന്നെല്ലാം ഞാൻ നിങ്ങളെ ഇപ്പോൾ ഒന്ന് കാണിച്ചു തരാം. വേണമെങ്കിൽ നിങ്ങൾക്ക് ഇത് ഡൗൺലോഡ് ചെയ്യാവുന്നുള്ളൂ. ദുബായ് റസ്റ്റ് എന്ന് നമ്മുടെ പ്ലേ സ്റ്റോറിലോ ആപ്പിൾ സ്റ്റോറിലോ എവിടെ അടിച്ചു കൊടുത്താലും ഈ ഒരു ആപ്ലിക്കേഷൻ നമുക്ക് കിട്ടും. അപ്പോൾ ഞാൻ എൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഒന്ന് കാണിച്ചു തരാം. ഇതാണ് ദുബായ് റസ്റ്റ് ആപ്ലിക്കേഷൻ വരുന്നത്. അപ്പോൾ ഈ ഒരു ദുബായ് റസ്റ്റ് ആപ്ലിക്കേഷൻ ഇങ്ങനെയാണ് ഇതിൻ്റെ ലോഗോയും കാര്യങ്ങളും വരുന്നത്. ഇവിടെ നമുക്ക് നോക്കിയാൽ അറിയാം, ഓരോ ദിവസത്തെ ട്രാൻസാക്ഷനാണ് ഇങ്ങനെ കാണിക്കുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ ഞാൻ ഇപ്പോൾ എടുത്ത് വെച്ചേക്കുന്നത് 2-ാം തീയതിയിലത്തെ ട്രാൻസാക്ഷനാണ്. 2-ാം തീയതിയിലുണ്ടോ 4.31 ബില്യൻ്റെ ട്രാൻസാക്ഷനാണ് നടന്നിട്ടുള്ളത്. ഇന്നത്തെ ദിവസം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്നും 375 ഇപ്പോൾ വരെ ഈ ഒരു ടൈം വരെ 375.87 മില്യൻ്റെ ട്രാൻസാക്ഷനാണ് ഇന്ന് നടന്നിട്ടുള്ളത്. അപ്പോൾ അതിൽ നമ്മളിപ്പം വിചാരിക്കും ഈ 4.7 ബില്യൺ എന്ന് പറയുന്നത് 4.3 ബില്യൺ എന്ന് പറയുന്നത് കുറവായിരിക്കും എന്ന് വിചാരിക്കും. പക്ഷേ അങ്ങനെയല്ല. നമ്മൾ മുന്നോട്ട് നോക്കുവാണെങ്കിൽ നമുക്ക് കാണാം. ഇപ്പോൾ 25 എടുക്കുന്നത് വെച്ചോ, 4.08 ബില്യനാണ്. അതുപോലെ തന്നെ 26 6.37. ഫ്രൈഡേ എടുക്കുവാണെങ്കിൽ 2.29. ഇത് തന്നെയാണ് നോർമൽ റേഷ്യോ തന്നെയാണ് ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ സെക്കൻഡ് നമ്മൾ ഇത് ഒരു കോൺഫ്ലിക്റ്റ് കഴിഞ്ഞിട്ടുള്ള ഇത് നോക്കുവാണെങ്കിൽ പോലും നമുക്ക് 4.31 ബില്യൺ. അപ്പോൾ ഇതാണ് ശരിക്കും ദുബായ് റിയൽ എസ്റ്റേറ്റിൻ്റെ ഒരു റിയാലിറ്റി എന്ന് പറയുന്നത്. ഇതിൽ ആരും പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. എല്ലാം അണ്ടർ കൺട്രോളാണ്. നമ്മുടെ ഗവൺമെൻറ് നല്ല രീതിയിൽ എല്ലാം അണ്ടർ കൺട്രോളിലാണ് കാര്യങ്ങൾ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ആരും പേടിക്കേണ്ട കാര്യമില്ല. എന്തെങ്കിലും ഫർദർ അപ്ഡേറ്റ്സ് ഉണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളെ ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും.